നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഓടിക്കൊണ്ടിരിക്കെ KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. ബസിന്റെ ഡ്രൈവറുടെ വശത്തുള്ള പുറകിലെ ടയറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് ബസ് നിർത്തുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. മുക്കം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. താമരശ്ശേരിയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാ സേനയും മുക്കം പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. തീപിടിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും ഗതാഗത യോഗ്യം. മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നജീബ് കാന്തപുരം MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അറ്റകുറ്റപ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെന്ന് പ്രതിപക്ഷം. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നത് ഉൾപ്പെടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. നദികൾ കരകവിഞ്ഞു. ആസാമിലെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടത് 21 ലക്ഷം പേർ. ആസാമിലെ വെള്ളപ്പൊക്കം ഗുരുതരമായി തുടരുകയാണ്. ഡൽഹി NCR മേഖലയിൽ മിതമായ മഴയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും തുടർന്ന് രാജ്യത്തെ കാലാവസ്ഥ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആസാമിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. 29 ജില്ലകളിലായി 21 ലക്ഷത്തോളം ആളുകളെ ബാധിച്ചു. ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടെയുള്ള പ്രധാന നദികൾ അപകട നിലയിൽ കവിഞ്ഞൊഴുകുന്നു. ഇത് ആസാമിലെ കാർഷിക ഭൂമി വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും ഗ്രാമങ്ങളെ വെള്ളത്തിനടിയിലാക്കാനും ഇടയാക്കുന്നു. മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും കനത്ത മഴയുടെ ആഘാതത്തിൽ ആഞ്ഞടിക്കുന്നു. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFI, രക്തം കുടിക്കാൻ അനുവദിക്കില്ല. ബിനോയ് വിശ്വത്തിന് മറുപടിയുമായി AK ബാലൻ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് AK ബാലന്റെ മറുപടി. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFIയും CPM എന്ന് AK ബാലൻ പറഞ്ഞു. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. മുന്നണിക്കുള്ളിലെ ആളായാലും പുറത്തുള്ള ആളായാലും ശരി, ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല. SFIയെ വളർത്തിയത് ഞങ്ങളാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും. SFIയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം. സ്റ്റോർ ഉടമയുടെ മകൻ പിടിയിൽ. ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം. സംഭവത്തിൽ സ്റ്റോർ ഉടമയുടെ മകൻ പിടിയിൽ. നെടുമങ്ങാട് സ്വദേശി ഷാനാസിനെയാണ് നെടുമങ്ങാട് എക്സൈസ് പിടികൂടിയത്. പരിശോധനയിൽ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിന് എതിർവശം കുറക്കോട് VKR ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നും 11 പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തി. ചെറിയ അളവിൽ MDMAയുമായി ഇന്നലെ രാവിലെ പിടികൂടിയയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഫാർമസി വഴി വിദ്യാർത്ഥികൾക്ക് കച്ചവടം നടക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചത്. ദുരന്തത്തിന് ഉത്തരവാദി UP സർക്കാർ. കൂടുതൽ നഷ്ടപരിഹാരം നൽകണം. ഹാത്രാസ് സന്ദർശിച്ച് രാഹുൽ ഗാന്ധി. ഹാത്രാസ് ദുരന്തത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അപകടത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹാത്രാസ് ദുരന്തത്തിന് ഉത്തരവാദി UP സർക്കാരാണ്. യോഗി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. ഈ തുക തീരെ കുറവാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പാവപ്പെട്ടവരാണ് മരിച്ചത്, അതിനാൽ സഹായധനം വർദ്ധിപ്പിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു.
ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി ഹൈക്കോടതി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന പ്രതിയുടെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ ആയിരുന്നു ഹൈക്കോടതിയിലെ അപ്പീൽ തള്ളിയതോടെ വിചാരണയ്ക്കുള്ള തടസ്സം നീങ്ങി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,00,000 നിന്നും താഴേക്കിറങ്ങാതെ വിപണി. ഇന്നലെ 520 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് നിശ്ചലമാണ്. 1,00,000 പിന്നിട്ട സ്വർണം പിന്നീട് ഇടിഞ്ഞിട്ടില്ല. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 6,700 രൂപയും പവന് 53,600 രൂപയുമാണ് വില. എന്നാൽ വെള്ളിയുടെ വിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.